പന്തൽ നിർമ്മാണം ആരംഭിച്ചതോടെ പൂരങ്ങളുടെ പൂരത്തിനായുള്ള ഒരുക്കങ്ങൾ നഗരത്തിൽ സജീവമായിരിക്കുകയാണ്. പാറമേക്കാവിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായിട്ടുള്ളത്. തിരുവമ്പാടിയുടെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ടുകർമ്മം 27 ആരംഭിക്കുന്നതോടെ പൂരത്തിന്റെ വരവറിയിക്കുന്ന അലങ്കാര ഗോപുര നിർമ്മാണം തകൃതിയാകും. പതിവിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾക്ക് പൂരം ആസ്വദിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള നീക്കമാണ് ഇത്തവണത്തെ സവിശേഷതകളിലൊന്ന്. പൂരനഗരി പുരുഷസാഗരമാകുമ്പോൾ പൂരത്തിന്റെ സ്ത്രീപക്ഷ കാഴ്ചകൾക്ക് ഏറെയൊന്നും പ്രസക്തി ഉണ്ടാകാറില്ല. തിക്കിലും തിരക്കിലും പെടാതെ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ മുകളിലോ മറ്റോ നിന്ന് പൂരം ആസ്വദിച്ച് തൃപ്തിപ്പെടേണ്ട അവസ്ഥയാണ് മിക്കപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ തെക്കേനടയിൽ സ്ത്രീകൾക്കായി ബാരിക്കേഡ് കെട്ടിത്തിരിച്ച പ്രത്യേക സജ്ജീകരണം ഒരുക്കാനാണ് അണിയറയിൽ നീക്കം നടക്കുന്നത്. വിദേശികൾക്കായി പ്രത്യേകം ഉയർത്തിക്കെട്ടുന്ന പവലിയൻ ഒഴിവാക്കി ആ സ്ഥാനത്ത് വിദേശികൾക്കും സ്ത്രീകൾക്കുമായി ബാരിക്കേഡ് കെട്ടിത്തിരിച്ച വേദി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വിദേശികൾക്കായുള്ള പവലിയൻ പൂരത്തിന്റെ കാഴ്ചയെ തടസ്സപ്പെടുത്തുമെന്നും ഏതാനും ടൂർ ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയാണ് ഇത്തരം സംവിധാനമെന്നുമാണ് ആക്ഷേപം. സ്ത്രീകൾക്കും വിദേശികൾക്കും പ്രത്യേകം സ്ഥലം ബാരിക്കേഡ് കെട്ടിത്തിരിച്ച് പോലീസ് സുരക്ഷയോടെ പുതിയ ക്രമീകരണം ഏർപ്പെടുത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പൂരം സംഘാടകരുടെയും നീക്കം. ആദ്യമായാണ് കുടമാറ്റം കാണുന്നതിന് സ്ത്രീകൾക്കായി ഇത്തരമൊരു സൗകര്യം ഒരുക്കുന്നത്. പൂരം കാണാനായി കുടുംബസമേതം ചേക്കേറുന്ന പല കെട്ടിടങ്ങളും സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലും ഇത്തരമൊരു നീക്കത്തിന് പിന്നിലുണ്ട്. പൂരത്തിന് മാലോകരെ പൂരക്കാഴ്ചകൾ കൊണ്ട് വിരുന്നൂട്ടി പകൽപൂരം ആസ്വദിച്ച് തൃപ്തിപ്പെടേണ്ട അവസ്ഥയ്ക്ക് ഇത്തവണ പാഠഭേദമാകുമെന്നാണ് പ്രതീക്ഷ. സാമ്പിളിനും പകൽപൂരത്തിനുമെന്ന പോലെ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹര കാഴ്ചയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കുടമാറ്റത്തിന് ആരവങ്ങളുമായി വളയിട്ട കൈകൾ പൂരപ്പറമ്പിലുണ്ടാകുമോ എന്ന കാത്തിരിപ്പ് ഇത്തവണത്തെ പൂരക്കാലത്തെ വേറിട്ടതാക്കും. TCV ന്യൂസ്, തൃശൂർ.